സോസേജ് റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, സോസേജ്. ഞാൻ ചിക്കൻ സോസേജാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ തിരികിയത്. ഞാൻ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോസേജ് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നീളത്തിൽ അരിയുന്നതായിരിക്കും കുറച്ച് കൂടി നല്ലതെന്ന് തോന്നുന്നു. അതിനുശേഷം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ കോൺ ഓയിലാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതി. എണ്ണയൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള അരിഞ്ഞത് അതിലേക്കിടാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അവരവരുടെ ഇഷ്ടത്തിന് ഉപ്പ് ഇടാവുന്നതാണ്, അവരുടെ ടേസ്റ്റിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് അത് വഴറ്റണം. നല്ലോണം മിക്സ് ചെയ്യുക. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് നേരം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് കരിഞ്ഞ് പിടിക്കും. ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഉള്ളി. അതിലേക്ക് നമുക്ക് മസാല ഇടാം. മുളക് പൊടി ഒരു 1.25 സ്പൂൺ ആണ് ഞാൻ ഇടുന്നത്. എരി കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലിടുക. പിന്നെ അടുത്തത് മല്ലിപ്പൊടി, അതൊരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അതൊരു 1/4 സ്പൂൺ. കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇടാം. സോസേജ് കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. സോസേജിനകത്ത് മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. നല്ലതുപോലെ മിക്സ് ആവണം. നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ്, അധികം നേരമൊന്നും വേണ്ട. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇനി കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് സോസേജ് വേവണം. കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. സോസേജ് ഒന്ന് വേവാനുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയൊന്ന് കുറുകിയിട്ടുണ്ട്. സോസേജൊക്കെ അത്യാവശ്യം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. അതിലെ വെള്ളം കുറച്ച് നല്ലോണം ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക്
തിരുവി വെച്ച തേങ്ങ ഇടാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ഇടുവാണ്. കുറച്ച് മതി. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് അടച്ചിട്ട് നമുക്ക് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം അടച്ചിട്ട് നമുക്കത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി വരും, കുറച്ച് ഒരു ഡാർക്ക് കളറായിട്ട് വരും. തേങ്ങയൊക്കെ നല്ലോണം മൂത്ത് നല്ല വെള്ളമൊക്കെ നല്ല വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. അതുവരെ അടച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇടണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും, വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇപ്പം എന്താ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്, നല്ല വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ സോസേജ് റോസ്റ്റ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം.